അനധികൃത മീൻപിടുത്തം നടത്തുന്നെന്ന പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും മുനയ്ക്കക്കടവ് തീരദേശ പോലീസിന്റെയും സംയുക്ത സംഘം ബ്ലാങ്ങാട് ബീച്ചിലും കടലിലും മിന്നൽ പരിശോധന നടത്തി. തമിഴ്നാട് കുളച്ചൽ സ്വദേശികളുടെ 6 വള്ളങ്ങളും തിരുവനന്തപുരത്തെ 2 വള്ളങ്ങളും അനുബന്ധ സാധന സാമഗ്രികളും പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു പരിശോധന. കടലിന്റെ അടിത്തട്ടിലെ ആവാസയിടങ്ങൾ കൃത്രിമ പാരുകളാൽ നശിപ്പിക്കപ്പെടുന്നെന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതിയിലാണ് നടപടി. കണവ പിടിക്കാനാണ് കൃത്രിമ പാര് ഉണ്ടാക്കുന്നത്. ഉപയോഗശൂന്യമായ വലകളും പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കന്നാസുകളും തെങ്ങിൻ കുരഞ്ഞിലും മറ്റും കൂട്ടിക്കെട്ടി പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണൽ നിറച്ച് 25 നോട്ടിക്കൽ മൈൽ ദൂരെ ആഴക്കടലിൽ നിക്ഷേപിച്ചാണ് കണവ പിടിക്കുന്നത്. ഇവ നിക്ഷേപിച്ച സ്ഥലത്തിന്റെ GPS പൊസിഷൻ രേഖപ്പെടുത്തി സൂക്ഷിച്ച് 2 ആഴ്ചയ്ക്കു ശേഷം ഇതേ സ്ഥലത്ത് ചെന്ന് ചൂണ്ടയിട്ട് കണവ പിടിക്കുന്നതാണ് ഇവരുടെ രീതി. ഇത്തരത്തിൽ ആഴക്കടലിൽ നിരവധിയിടങ്ങളിൽ അനധികൃത കൃത്രിമ പാര് നിർമ്മിച്ചിരിക്കുന്നതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ സുഗമമായി മത്സ്യബന്ധനം നടത്താൻ കഴിയുന്നില്ലെന്നാണ് പരാതി. പലപ്പോഴും വലകൾ കൃത്രിമ പാരുകളിൽ കുടുങ്ങി നശിച്ച് വൻ നഷ്ടമുണ്ടാകുന്നതായും പരാതിയുണ്ട്. കൃത്രിമ പാരുകൾ കടലിൽ മലിനീകരണം ഉണ്ടാക്കുകയും കടൽ ജീവികളുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥ നശിപ്പിക്കുകയും മത്സ്യലഭ്യത കുറയ്ക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശിയുടെ മത്സ്യബന്ധന യാനത്തിൽ നിന്നും നിയമപരമായ അളവിൽ കൂടുതലുള്ള ഹാർബർ മാസ്റ്റർ വലകൾ പിടിച്ചെടുത്തു. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നടപടികൾ പൂർത്തീകരിച്ച് ആകെ 4.37 ലക്ഷം രൂപ പിഴ ചുമത്തി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെയും കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ലോഫിരാജിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് വള്ളങ്ങളും അനുബന്ധ ഉപകരണങ്ങളും കൃത്രിമ പാര് നിർമ്മിക്കാൻ കൊണ്ടുപോയ വസ്തുക്കളും പിടിച്ചെടുത്തത്. CCTV ന്യൂസ് ചാവക്കാട്.